Hello everyone, welcome back to Banking and Insurance video session. ഈ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലൊക്കെയുള്ള എല്ലാ വീഡിയോയും നിങ്ങളെല്ലാം കണ്ട് നല്ല ഫീഡ്ബാക്ക് എല്ലാം തന്നിട്ടുണ്ട്. താങ്ക് യു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുത്. കൊമേഴ്സിലും മാനേജ്മെൻറ്റിലൊക്കെയുള്ള ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്കും കൂടി നിങ്ങളത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് കസ്റ്റമർ മൈനറാണ്. മൈനർ നോർമലി എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 years ആണ്. അതിൽ കോർട്ട് അപ്പോയിൻ്റ് ചെയ്തൊരു ഗാർഡിയൻ്റെ അണ്ടറിൽ വരുന്ന മൈനറാണെങ്കിൽ 21 years വരെ മൈനറാണെന്നാണ് പറയാം. ഒരു മൈനർക്ക് ഒരിക്കലും ഒരു ലീഗൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മൈനർക്ക് പറ്റില്ല. ദർഫോർ എ ഗാർഡിയൻ റെക്കഗ്നൈസ്ഡ് ബൈ ലോ അലോങ് ക്യാൻ ഡീൽ വിത്ത് ദ പേഴ്സൺ ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ മൈനർ. മൈനറുടെ പ്രോപ്പർട്ടിയോ അയാളുടെ ലീഗലായിട്ടുള്ള എല്ലാ ഡീലിങ്സും ചെയ്യണത് ഒരു ഗാർഡിയനാണ്. ഗാർഡിയൻ പല തരത്തിലുള്ള ഗാർഡിയൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഗാർഡിയൻ ഇൻക്ലൂഡ്സ് എ നാച്ചുറൽ ഗാർഡിയൻ, ഫാദർ ഓർ മദർ. അതാണ് നമ്മൾ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഗാർഡിയൻ അപ്പോയിൻറ്റഡ് ബൈ ദി കോർട്ട് ഓഫ് ലോ. സാധാരണ കോർട്ട് ഓഫ് ലോ എന്ന് പറഞ്ഞെങ്കിൽ ഒരു നിയമപ്രകാരം അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള, ചില കേസിൽ ഫാദറും മദറും ഇല്ലെങ്കിൽ ലീഗലായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഗാർഡിയൻ അപ്പോയിൻറ്റഡ് ബൈ കോർട്ട്. ഈ രണ്ടിലൊരു ഗാർഡിയൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മൈനർക്ക് ഒരു അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൈനറിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് ചില പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ബാങ്ക് ഷുഡ് ഓപ്പൺ എ സേവിങ്സ് അക്കൗണ്ട്, നോട്ട് എ കറണ്ട് അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൈനറിന് പേരിൽ സേവിങ്സ് അക്കൗണ്ടോ ഫിക്സഡ് അക്കൗണ്ടോ ഒക്കെ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഗാർഡിയനും ഈ മൈനറിനും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മൈനറിന് ആഫ്റ്റർ ദ ഏജ് ഓഫ് 12 അറ്റൈൻ ചെയ്താൽ മാത്രമേ, 12 വയസ്സായാൽ മാത്രമേ ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഫാദറാണ് ഗാർഡിയനെങ്കിൽ ഫാദർ മരിച്ചു കഴിഞ്ഞാൽ, ദ ഫാദർ ഡൈസ്, ദ മദർ ബിക്കംസ് ദ ഗാർഡിയൻ. മദർ ഗാർഡിയനായിട്ട് മാറും. ഇഫ് ദ മൈനർ ഡൈസ്, മൈനർ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള അക്കൗണ്ടിലുള്ള ബാലൻസ് എമൗണ്ട് ഈസ് ഗിവൺ ടു ഗാർഡിയൻ. ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും ലീഗലായിട്ടുള്ള ഗാർഡിയൻ ആണെങ്കിലും അവർക്കാണ് അത് ഹാൻഡ് ഓവർ ചെയ്യുക. ഇവിടെ ഓവർ ഡ്രോയിങ് ഫെസിലിറ്റി, ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി മൈനറുടെ അക്കൗണ്ടിൽ ഉണ്ടായില്ല. കാരണം അവിടെ മൈനർക്ക് ലാബിലിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഓവർ ഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കാതിരിക്കുന്നത്. ഒരു മൈനറിന് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെ ബാങ്ക് വളരെ കെയർഫുൾ ആയിരിക്കും. നേരത്തെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മൈനർക്ക് ഒരിക്കലും ആരെങ്കിലും നമ്മൾ സാധാരണ ബാങ്ക് അല്ലാത്ത പേഴ്സണലായിട്ടുള്ള ലോണ് പോലും മൈനർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് 18 ആവാത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലീഗലായിട്ട് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മൈനറുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും വോയിഡ് ആണെന്നാണ് നമ്മൾ പറയുക. ഒരിക്കലും വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ് എന്നാണ് പറയുക. അവിടെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും, പ്രോപ്പർട്ടി എന്തെങ്കിലും ബെയിൽ ചെയ്താൽ പോലും അതൊരിക്കലും നമുക്ക് ലോൺ കൊടുത്തത് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. തന്നെ നമ്മൾ രണ്ടാമത്തൊരു സ്പെഷ്യൽ ടൈപ്പ് കസ്റ്റമർ എന്ന് പറയുന്നത് ജോയിൻ്റ് അക്കൗണ്ട് കസ്റ്റമേഴ്സാണ്. അതായത് നമ്മൾ when an account is opened by 2 or more persons jointly in their names, രണ്ടിലധികം ആൾക്കാർ അവരുടെ 2 പേരുടെയും കൂടി പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ ജോയിൻ്റ് അക്കൗണ്ട് എന്നാണ് പറയുക. സാധാരണഗതിയിൽ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിളായിരിക്കാം, അതല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചില കേസുകളിലൊക്കെ ചില കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്ലബ്ബുകളൊക്കെ ആ തരത്തിലുള്ള ജോയിൻ്റ് അക്കൗണ്ടുകളായിരിക്കും തുടങ്ങുക, ഓപ്പൺ ചെയ്യുക. അവർ ആ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എത്ര പേരാണോ അതിലുള്ളത് അത്രയും ആളുകളുടെ ലാബിലിറ്റിയിലായിരിക്കും ആ അക്കൗണ്ട് റൺ ചെയ്യുന്നത്. ഇനി ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ചില പ്രിക്കോഷൻസ് ബാങ്ക് എടുക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത്
ആപ്ലിക്കേഷൻ ഫോർ ഓപ്പണിംഗ് എ ജോയിൻ്റ് അക്കൗണ്ട് മസ്റ്റ് ബി സൈൻഡ് ഓൾ പേഴ്സൺസ് ഇൻറ്റൻഡിങ് ടു ഓപ്പൺ ദി ജോയിൻ്റ് അക്കൗണ്ട്. ആ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ആളുകളും അതിൽ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. സെക്കൻഡ് എന്ന് പറഞ്ഞത് ബാങ്കർ മസ്റ്റ് അറ്റൈൻ ക്ലിയർ മാൻഡേറ്റ് ഇൻ റൈറ്റിംഗ് signed by all the joint account holders regarding the operation of the account. അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആരെയാണോ ഓതറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള റൈറ്റിംഗ് ആയിട്ടുള്ള മാൻഡേറ്റ് തന്നെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടാവണം. ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കർ ഷുഡ് അസർടെയിൻ whether the person operating the account is authorized to do so. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ബാങ്ക് ഉറപ്പുവരുത്തണം. ദെൻ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഹോൾഡർ ജോയിൻ്റ് അക്കൗണ്ടിലുള്ള ഏതെങ്കിലും ഒരാൾ ബുദ്ധിഭ്രമം സംഭവിച്ച് ഭ്രാന്താവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻ ദി കേസ് ഓഫ് ഇൻസാനിറ്റി ഓഫ് എ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ ദ ബാങ്ക് ഷുഡ് സ്റ്റോപ്പ് ദ ഓപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്. ഉടനെ തന്നെ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ അവസാനിപ്പിക്കണം. ആൻഡ് ഇൻ ദി കേസ് ഓഫ് ഡെത്ത് ഓഫ് വൺ ഓർ മോർ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഈ അക്കൗണ്ട് ഹോൾഡറിലുള്ള ആളുകൾ മരണപ്പെടുകയാണെങ്കിൽ ദ ബാലൻസ് ഇൻ ദി അക്കൗണ്ട് വിൽ വെസ്റ്റ് ഇൻ ദി സർവൈവർ ഓർ സർവൈവേഴ്സ്. ബാക്കിയുള്ള ആളുകളിലേക്കായിരിക്കും ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എമൗണ്ടുകൾ അവർക്കായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. ദ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണ്. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു രണ്ടിലധികം ആളുകൾ ചേർന്നിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ ബിസിനസ് നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ. എല്ലാവരും കൂടി നടത്തുന്ന ബിസിനസ് ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരാളായിരിക്കും ആ ബിസിനസ് നടത്തുന്നത്. അങ്ങനത്തെ ഒരു ബിസിനസ് ഫേമാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം ബാങ്ക് ചില പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ അക്കൗണ്ട് മസ്റ്റ് ബി ഓപ്പൺ ഇൻ ദി നെയിം ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് നോട്ട് ഓൺ ദി നെയിം ഓഫ് ദി പാർട്ട്നേഴ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ട്നേഴ്സിൻ്റെ പേരിലല്ല, ആ ഫേം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അങ്ങനെ ഫേമിൻ്റെ നെയിമിലായിരിക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ദ ബാങ്കർ ഷുഡ് ആസ്ക് ഫോർ ദി കോപ്പി ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് നിലവിൽ വരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് അതിനെ പറയുക. ആൻഡ് ഷുഡ് തറോളി എക്സാമിൻ ബിഫോർ ഓപ്പണിംഗ് ദ അക്കൗണ്ട്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് അതിൽ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ എല്ലാ കണ്ടീഷൻസും ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ അക്കൗണ്ട് ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കർ മസ്റ്റ് ഒബ്റ്റെയിൻ ക്ലിയർ മാൻഡേറ്റ് ഇൻ റൈറ്റിംഗ്. കൃത്യമായിട്ട് ആ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ അടുത്തുനിന്നും ഒരു ഉറപ്പ് എഴുതി വാങ്ങിക്കണം റിഗാർഡിങ് ദി ഓപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ മാൻഡേറ്റ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണം. അതുപോലെ ദ പാർട്ട്ണർ ഹു ഈസ് ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ദ ഫേംസ് അക്കൗണ്ട് കനോട്ട് ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി. ഒരാൾക്ക് അത് ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രയർ കൺസെൻറ്റ് ഇല്ലാതെ ഒരിക്കലും അയാളുടെ അതോറിറ്റി അയാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരാൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കാനായിട്ട് പറ്റില്ല. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷം അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ അതോറിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. മറ്റൊരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ അവരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പുതിയ പാർട്ട്ണറുടെയും കൂടി സൈന് വെച്ചിട്ടുള്ള ഒരു റിട്ടേൺ മാൻഡേറ്റ് ബാങ്കിന് അവർ സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ബാങ്ക് അതുകൂടി വാങ്ങി വെക്കണം എന്നർത്ഥം. പുതിയ പാർട്ട്ണർ വന്നാൽ അയാളുടെ സിഗ്നേച്ചറും കൂടി ഉൾപ്പെടെയുള്ള മാൻഡേറ്റ് ആയിരിക്കും, റിട്ടേൺ മാൻഡേറ്റ് ആയിരിക്കണം വാങ്ങേണ്ടത്. അതുപോലെ ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരിച്ചു അല്ലെങ്കിൽ റിട്ടയർ ആയി അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആയി, അങ്ങനെ ആയി കഴിഞ്ഞാൽ ദ ബാങ്കർ മേ അലോ ദ അതർ പാർട്ട്ണർ ടു ക്യാരി ദി അക്കൗണ്ട്. ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് തുറന്നു കൊണ്ടുപോകാൻ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് അലോ ചെയ്ത് കൊടുക്കും എന്നർത്ഥം. ഇത് നമുക്ക് നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് കസ്റ്റമർ എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആർ ഫോംഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956.
അതിൽ കമ്പനിയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നാണ് പറയുക, വിത്ത് പെർപെച്വൽ സക്സഷൻ. ഒരു കൃത്യമായിട്ട് ദീർഘകാലം നിലനിൽപ്പുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ഒരു കമ്പനിയെ പറയുക. അതൊരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, ദാറ്റ് ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ് വിത്ത് ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻ ടു പാർട്സ് നോൺ ആസ് ഷെയർ. സാധാരണ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് കമ്പനികളുടെ പ്രത്യേകത ഷെയർ ക്യാപിറ്റൽ എന്നാണ് അതിൻ്റെ ക്യാപിറ്റലിനെ നമ്മൾ പറയുക. ആൻഡ് ഇറ്റ് ഹാസ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് സെപ്പറേറ്റ് പേഴ്സണാലിറ്റി, സെപ്പറേറ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിലൊക്കെ കമ്പനി നെയിമിൽ തന്നെയാണ് എൻ്റർ ചെയ്യുന്നത് എന്നർത്ഥം. ഇനി ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ബാങ്ക് എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനമായത് കുറേ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യാനുണ്ട്, ഈ കമ്പനിയുടെ അടുത്തുനിന്ന് ബാങ്ക് കളക്ട് ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനീസ് ആക്ട് പ്രകാരം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഒരു ലീഗലായിട്ടുള്ള അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അത് നിർബന്ധമായിട്ടും ബാങ്ക് വാങ്ങി വെക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കമൻസ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കറിയാം. ഈ രണ്ട് ഡോക്യുമെൻറ്റ്സിൻ്റെയും സർട്ടിഫൈഡ് കോപ്പി നിർബന്ധമായിട്ടും ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ബോർഡ് റെസൊല്യൂഷൻ, അതായത് ബോർഡ് മീറ്റിങ്ങിൽ കമ്പനി ഇതിന് വേണ്ടിയിട്ട് ഡയറക്ടർ ബോർഡ് ചേർന്ന് അവരുടെ മീറ്റിങ്ങിൽ അവരെടുത്തിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷൻ, അതായത് അക്കൗണ്ട് എങ്ങനെയുള്ളതാണ്, അതേപോലെ അക്കൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന നെയിം എന്താണ്, ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡിൻ്റെ തീരുമാനങ്ങൾ, ഇൻസ്ട്രക്ഷനൊക്കെ അടങ്ങുന്ന ബോർഡ് റെസൊല്യൂഷൻ നിർബന്ധമായിട്ടും ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊന്ന് ലിസ്റ്റ് ഓഫ് ദി പ്രസൻറ്റ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ നിലവിലുള്ള ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ചെയർമാൻ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൊടുക്കണം. അതിന് പുറമെ ഈ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തതായിട്ടുള്ള ജനറൽ ബോഡി മീറ്റിങ്ങിലുള്ള റെസൊല്യൂഷനും അതിൻ്റെ കൂടെ ചെയർമാൻ സൈൻ ചെയ്തിട്ട് വെക്കേണ്ടതുണ്ട്. അതുപോലെ റെഫറൻസ് ടു ദി കമ്പനീസ് പ്രീവിയസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മുന്നേ ഈ കമ്പനിക്ക് ബാങ്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ബാങ്കുകളുടെ അഡ്രസ്സുകൾ സഹിതമുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, ബാങ്കുകളുടെ പ്രീവിയസ് ബാങ്കുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് എടുക്കാൻ പോകുന്ന ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നർത്ഥം. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. എക്സിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ബൈ എ പേഴ്സൺ ത്രൂ എ വിൽ ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ഹിസ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്തുവകകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ വിൽപത്രത്തിൽ ചില ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് പറയുന്ന പേരാണ് എക്സിക്യൂട്ടേഴ്സ്, അതേപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ. ഇങ്ങനെ എഴുതി വെക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ലോ പ്രകാരം കോർട്ട് തന്നെ ഡയറക്റ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും എക്സിക്യൂട്ടേഴ്സിനും ഒക്കെ വെക്കാറുണ്ട്. ഇവരുടെ ഡീലിങ്സിന് വേണ്ടിയിട്ട്, ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ എക്സിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് കസ്റ്റമറായിട്ട് മാറും. ഇനി എക്സിക്യൂട്ടീവ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദി എക്സിക്യൂട്ടീവ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സും എക്സിക്യൂട്ടീവ്സും സൈൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ആദ്യം തന്നെ വാങ്ങി വെക്കണം. അതിനുശേഷം ഈ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ബാങ്ക് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ബാങ്ക് ആൾസോ ഒബ്റ്റെയിൻസ് കോപ്പി ഓഫ് പ്രൊബേറ്റ് ഓർ ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അക്കൗണ്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെ ഇതിന് ചുമതലപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്ററെ ആക്കിയ അല്ലെങ്കിൽ എക്സിക്യൂട്ടർ ആക്കിയതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബാങ്കിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കണം. ദെൻ അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടേഴ്സിൻ്റെയും അതേപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഒക്കെ ഐഡൻറ്റിറ്റി പ്രൂഫ് കൃത്യമായിട്ട് ബാങ്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫുകളൊക്കെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കണം എന്നർത്ഥം.
മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്, എക്സിക്യൂട്ടർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് നോ റൈറ്റ് ടു ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി. അവരുടെ അതോറിറ്റി നേരത്തെ നമ്മൾ പാർട്ട്ണർഷിപ്പിലൊക്കെ പറഞ്ഞ പോലെ അവരുടെ അതോറിറ്റി വേറൊരാൾക്ക്, ഒരു ഔട്ട്സൈഡ് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല. നോട്ട് ബീങ് കോ എക്സിക്യൂട്ടർ ആയിട്ടല്ലാതെ, കോ എക്സിക്യൂട്ടർ ആയിട്ടല്ലാതെ അല്ലെങ്കിൽ കോ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടല്ലാതെ കൊടുക്കാൻ പറ്റില്ല. ദെൻ എനി വൺ ഓഫ് ദി എക്സിക്യൂട്ടർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ കൗണ്ടർമാൻ ദ ആക്ഷൻസ് ഓഫ് ദി അതേഴ്സ്. എന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്തതിനെ മറ്റൊരാൾക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. എക്സിക്യൂട്ടേഴ്സിലുള്ള ഒരാൾക്ക് വേറൊരാളുടെ ആക്ഷനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദെൻ ചെക്സ് ഡ്രോൺ ഓർ പേയബിൾ ടു ദി എക്സിക്യൂട്ടർ ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ട് ആർ നോട്ട് കളക്റ്റഡ് ഫോർ ക്രെഡിറ്റ് ഓഫ് ദെയർ പേഴ്സണൽ അക്കൗണ്ട്സ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സിക്യൂട്ടേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേരിൽ ഡ്രോ ചെയ്തിട്ടുള്ള ഒരു ചെക്ക് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരിക്കലും എൻക്വയറി ഇല്ലാതെ കൊടുക്കരുത്. ഇൻക്വയറി നടത്തിയതിനു ശേഷം മാത്രമേ അത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ട്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ട്രസ്റ്റുകൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കോമൺ പർപ്പസിന് വേണ്ടി കുറച്ച് ബെനഫിഷ്യറീസ് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ ബെനഫിഷ്യറീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരാൾ അയാളുടെ അസറ്റ്സും പ്രോപ്പർട്ടീസും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നിയമിക്കപ്പെടുകയാണ്. ട്രസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു മാനേജ് ദ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് അനദർ പേഴ്സൺ. വേറൊരാളുടെ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്ന ഒരാളാണ്. ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി പേഴ്സൺ മെൻഷൻഡ് ഇൻ ദി ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബെനഫിഷ്യറി ഓർ ബെനഫിഷ്യറീസ്, സാധാരണ എന്ത് പർപ്പസിനാണ് ഒരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്, ആ ട്രസ്റ്റിൻ്റെ ബെനഫിഷ്യറീസ് ആയിട്ട് ട്രസ്റ്റ് ഡീഡിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആളുകളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അസറ്റ്സും പ്രോപ്പർട്ടീസും ഒക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് ട്രസ്റ്റി എന്ന് പറയുക. അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രസ്റ്റി അക്കൗണ്ട് എന്നാണ് പറയുക. ഒരു ട്രസ്റ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമതായിട്ട് ദ ട്രസ്റ്റ് ഡീഡ് ടു ബി എക്സാമിൻഡ്. ട്രസ്റ്റ് ഡീഡിൽ ട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെ നെയിംസ് ഉണ്ടായിരിക്കും, ഓരോരുത്തരുടെയും പവർ ഉണ്ടായിരിക്കും, ട്രസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്നുണ്ടായിരിക്കും. ഇതെല്ലാം എക്സാമിൻ ചെയ്യാം. ഇൻ കേസ് ഓഫ് 2 or more ട്രസ്റ്റീസ്, ഒന്നിലധികം ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ബാങ്ക് ഷുഡ് നോ വിച്ച് ട്രസ്റ്റി ഈസ് ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. ആരാണ് ചെക്ക് സൈൻ ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല വെച്ചാൽ എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യാം. ദെൻ ഒരു ട്രസ്റ്റി മരിച്ചു, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഉണ്ടായി, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് ആ ട്രസ്റ്റ് ക്യാരി ഓൺ ചെയ്യാം. അതല്ല എല്ലാവരും മരിക്കുന്ന കേസാണ് വെച്ചാൽ അവിടെ കോർട്ട് ഒരു പുതിയ ട്രസ്റ്റിയെ വെക്കുന്നത് വരെ ഈ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ ഏതെങ്കിലും ഒരു ട്രസ്റ്റി ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഡു നോട്ട് എഫക്ട് ദി ട്രസ്റ്റ് പ്രോപ്പർട്ടി ഓർ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിനെ ഒന്നും അത് ബാധിക്കില്ല. ഒരാൾ ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാലും ആ ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ബാങ്കിന് പേ ചെയ്യാവുന്നതാണ്. ദെൻ പ്രിക്കോഷൻ ടു സേഫ് ഗാർഡ് ദി ട്രസ്റ്റ് എമൗണ്ട് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബെനിഫിഷ്യറി. ബെനിഫിഷ്യറീസിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ആ ട്രസ്റ്റിലുള്ള ഫണ്ട് കൃത്യമായിട്ട് സേഫ് ഗാർഡ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എല്ലാം ബാങ്ക് എടുക്കണം. അതേപോലെ എന്തെങ്കിലും ബോറോയിങ്സ് നടത്താൻ, ട്രസ്റ്റ് ബോറോയിങ്സ് നടത്താൻ ട്രസ്റ്റ് ഡീഡിൽ അതിനുള്ള അനുമതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിന് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ഈസ് ക്ലബ്സ് ആൻഡ് അസോസിയേഷൻസ്. ക്ലബ്ബ് നമുക്കറിയാം, ഇറ്റ്സ് എ ലീഗൽ എൻറ്റിറ്റി വെൻ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ 2 ആക്ട് പ്രകാരം അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ലീഗൽ എൻറ്റിറ്റി ഉള്ള ഫോർമേഷനാണ് ക്ലബ്ബ്, അസോസിയേഷനൊക്കെ. അതിനൊരു ബൈലോ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈലോയിൽ ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേപോലെ അവരുടെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബൈലോയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ക്ലബ്ബ് ആൻഡ് അസോസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഈ ക്ലബിന് അസോസിയേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈലോസ് ഉണ്ടായിരിക്കും. ആ ബൈലോസിൻ്റെ കോപ്പി നിർബന്ധമായിട്ടും ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. ദെൻ കോപ്പി ഓഫ് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി മാനേജിംഗ് കമ്മിറ്റി റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മിറ്റി പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ റെസൊല്യൂഷൻ്റെ കോപ്പി ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. ദ സർട്ടിഫിക്കറ്റ് ഓഫ്
രജിസ്ട്രേഷൻ ഇൻ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആൻഡ് ലിസ്റ്റ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കണം. ദെൻ കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ എലക്ടിങ് ദം ആസ് കമ്മിറ്റി മെമ്പേഴ്സ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദി ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സിനൊക്കെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ സെലക്ട് ചെയ്തതിൻ്റെ മീറ്റിംഗ് റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് ചെയർമാൻ സൈൻ ചെയ്തതിൻ്റെ കോപ്പി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യലാണ് ബാങ്ക് എടുക്കേണ്ട പ്രധാനപ്പെട്ട ഈ പറയുന്ന ക്ലബ് അസോസിയേഷൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രിക്കോഷൻസ്. ദ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് കസ്റ്റമർ ആണ് ഡ്രങ്ക് കാർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം വളരെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണ് മദ്യപന്മാർ എന്ന് പറയുന്നത്. അത് ലോ പ്രൊവൈഡ്സ് ദാറ്റ് ഓൾ ദി കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ എ പേഴ്സൺ ഇൻ എ ഡ്രങ്കൻ സ്റ്റേറ്റ് ആർ വോയിഡ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഡ്രങ്കൻ സ്റ്റേറ്റിലുള്ള ഒരാളുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും വോയിഡാണ്, വാലിഡ് അല്ല, ഇൻവാലിഡാണ്. ഡ്രങ്കാർഡ് അപ്രോച്ചസ് ദ ബ്രാഞ്ച് ഓഫ് ബാങ്ക് ഫോർ ഓപ്പണിംഗ് എൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ബ്രാഞ്ചിൽ ഒരു ഡ്രങ്കാർഡ് ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഇൻകാപ്പബിൾ ആണ്, അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ക്ലിയർ അല്ല, ഡ്രങ്കൻ സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദ ബാങ്കർ ക്യാൻ റെഫ്യൂസസ് ടു ഓപ്പൺ ദി അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നതിന് റെഫ്യൂസ് ചെയ്യാം, അതിന് സമ്മതിക്കാതിരിക്കാം ആസ് എ പ്രിക്കോഷണറി മെഷർ. ദെൻ ഇൻ കേസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട്, ഒരാൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് അക്കൗണ്ട് ഉണ്ട്, ദെൻ പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ടു ദി ഡ്രങ്കാർഡ്, ആ ഡ്രങ്കാർഡിന് ചെക്ക് പേ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ബി ഡൺ ആഫ്റ്റർ ടേക്കിംഗ് പ്രോപ്പർ വിറ്റ്നസ്. ഒരു വിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെക്ക് ഡ്രോ ചെയ്ത് പണം ആ ഡ്രങ്കാർഡിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡ്രങ്കാർഡിന് അയാളുടെ ഡ്രങ്കൻ സ്റ്റേറ്റിൽ ഒരിക്കലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഡ്രങ്കൻ സ്റ്റേറ്റിലുള്ള ഒരാൾക്ക് ചെക്ക് ഡ്രോ ചെയ്യുന്നതിൽ പോലും പ്രിക്കോഷൻസ് ഉണ്ട് എന്നർത്ഥം. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് ലുനാറ്റിക്സ്. ഭ്രാന്തൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള മാനസിക അസ്വസ്ഥയൊക്കെ ഉള്ള ആളുകൾക്ക് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ അക്കൗണ്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റാണ്, അതിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ബാങ്ക് ദർഫോർ ഡു നോട്ട് നോയിങ്ലി ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദി നെയിം ഓഫ് എ പേഴ്സൺ ഓഫ് എൻ അൺസൗണ്ട് മൈൻഡ്. ഒരു ഭ്രാന്തനായ ഒരാളുടെ പേരിൽ ഒരിക്കലും ഒരു ബാങ്ക് അതുകൊണ്ട് തന്നെ നോയിങ്ലി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ദെൻ ഇൻ കേസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട്, ഒരാൾക്കൊരു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ട്, അയാൾ ലുനാറ്റിക്സ് ആണെന്ന് പിന്നീട് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദ ബാങ്ക് ക്യാൻ സസ്പെൻഡ് ഓർ സ്റ്റോപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദി അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് മാരീഡ് വുമൺ. നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സിൽ മെയിൽ ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും അല്ല ഈ പറയുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് മാരീഡ് വുമൺ ദർ ഇസ് എ സ്പെഷ്യൽ കേസ്. ബാങ്കിൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ളൊരു പ്രിക്കോഷൻ ഇവിടെ ആവശ്യം വരുന്നൊരു കാര്യം വരുന്നുണ്ട്. ബാങ്കർ ക്യാൻ ഓപ്പൺ എൻ അക്കൗണ്ട് ഇൻ ദി നെയിം ഓഫ് എ മാരീഡ് വുമൺ ബിക്കോസ് എ മാരീഡ് വുമൺ ഈസ് കോമ്പിറ്റൻ്റ് ആണ്, അതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻ ദി കേസ് ഓഫ് എ ഡെപ്റ്റ് ടേക്കൺ ബൈ ദി മാരീഡ് വുമൺ ഒരു ഡെപ്റ്റ് എടുത്തിട്ട് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഹെർ ഹസ്ബൻഡ് ഷാൾ നോട്ട് ബി ലാബിൾ. ഹസ്ബൻഡ് എന്ത് ചെയ്യില്ല, ലാബിൾ ആവില്ല എക്സെപ്റ്റ് ഇൻ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. നമ്മൾ ചില കാര്യങ്ങളിൽ ഒഴികെ എന്ത് ചെയ്യില്ല, ഹസ്ബൻഡ് ആ മാരീഡ് വുമൺ എടുത്തിട്ടുള്ള ലോണിനോ ഡെപ്റ്റിനോ ഒന്നും ലാബിൾ ആവില്ല. അപ്പോൾ ലാബിൾ ആകുന്ന കേസുകളാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഷി ബോറോസ് മണി ഫോർ ദി നെസസിറ്റീസ് ഓഫ് ഹെർ ലൈഫ് ഓർ ഫോർ ദി നെസസിറ്റി ഓഫ് ഹെർ ഹൗസ് ഹോൾഡ്, സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടോ അവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കടം എടുത്തിട്ടുള്ളത് വെച്ചാൽ നിർബന്ധമായിട്ടും ഹസ്ബൻഡ് ലാബിൾ ആവും. ആൻഡ് ഇഫ് ഷീ ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് ഹെർ ഹസ്ബൻഡിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ടാണ് ബാങ്കിൽ അവർ ഡീലിങ്സ് നടത്തിയിട്ടുള്ളത് വെച്ചാലും ഹസ്ബൻഡ് ലാബിൾ ആവും. ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും കേസിലാണ് മാരീഡ് വുമൻ്റെ ഡെപ്റ്റ് വരുന്നതെങ്കിൽ അവിടെ ഹസ്ബൻഡ് ലാബിൾ ആവില്ല എന്നൊരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ദ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയാണ്. HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ സാധാരണ മെനി ജനറേഷൻസ് ലിവിങ് അണ്ടർ ദ സെയിം റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വീട്ടിൽ വലിയൊരു ഫാമിലിയിൽ ഒരുപാട് ജനറേഷൻസ് ഒന്നിച്ച് ജീവിക്കുന്ന കേസുകൾ ഹിന്ദു ജോയിൻറ്റ് ഫാമിലികൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ബിസിനസ്സുകളൊക്കെ ഒന്നിച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഫാമിലികൾ ധാരാളമായിട്ടുണ്ട്. അത്തരം ഫാമിലികളുടെ
അക്കൗണ്ട്, അതിനുവേണ്ടി ജോയിൻ ഹിന്ദു ഫാമിലി എന്നുള്ള അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന അക്കൗണ്ട് അവർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായിട്ടും കർത്ത എന്ന് പറയുന്ന അവരുടെ കാരണവർക്കായിരിക്കും. പിന്നെ അവിടെയുള്ള ആ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ അവിടെയുള്ള അഡൾട്ട് മെയിൽ മെമ്പേഴ്സ് എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ അവിടെയുള്ള അഡൾട്ട് മെയിൽ മെമ്പേഴ്സ് എല്ലാവരും സൈൻ ചെയ്യണം. ആൻഡ് ഇവിടെ ഈ ഫാമിലി ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലാതെ എന്തെങ്കിലും ലോണ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവിടെയുള്ള കോ പാർട്ട്നേഴ്സ് അവരൊരിക്കലും ഇതിന് ലാബിളായിരിക്കില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ലോണാണെന്ന് വെച്ചാൽ മാത്രമാണ് അവർ ലാബിളാവുക. അതുപോലെ ഈ ഹിന്ദു ജോയിൻറ്റ് ഫാമിലിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരിക്കലും സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു ബാങ്ക് ഇതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ് ആണ്. ഇത് ലാസ്റ്റ് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറെ പറയുന്നത് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലബ് ആൻഡ് അസോസിയേഷൻസ് ഒക്കെ ഈ ഒരു നാച്ചുറലുള്ള പിന്നെ ഫോർമേഷനുകളാണ്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് വിച്ച് ആർ ഫോംഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ടു സെർവ് ദി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വെൽഫെയർ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഉള്ള സർവീസിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് അങ്ങനെയുള്ള ഫേമുകളാണ്, ഓർഗനൈസേഷനുകളാണ്. ശ്രദ്ധിക്കേണ്ടത് ബാങ്കർ മസ്റ്റ് എൻഷുർ ദ ഓർഗനൈസേഷൻ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ആക്ട് പ്രകാരമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. അതിന് പുറമെ ഈ കമ്പനികളുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൃത്യമായിട്ട് അതിൻ്റെ കോപ്പി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഇവർക്ക് കമ്പനിയുമായിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ ഫേമിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ബാങ്കർ ഷുഡ് ആസ്ക് ഫോർ ദി കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി മാനേജിംഗ് കമ്മിറ്റി. നമ്മൾ നേരത്തെ ട്രസ്റ്റിൻ്റെയും അതേപോലെ ക്ലബിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ മാനേജിംഗ് കമ്മിറ്റി പാസ് ചെയ്തിട്ടുള്ള അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ്റെ കോപ്പി ബാങ്ക് വാങ്ങി വെക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോൺ ട്രേഡിംഗ് കമ്പനീസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ് എന്നുള്ള ഈ ഹെഡിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.